കുഴപ്പമില്ല, ടച്ച് ഉണ്ട്. മസിൽ മെമ്മറി ഓക്കെയാണ്. നമുക്കറിയാം പ്രൊഫഷണൽ പ്ലേയേഴ്സ് അവരെല്ലാം അധികം പ്രഷർ വരുന്ന ഗെയിമിലും വളരെ സിമ്പിളായിട്ട് സ്കിൽസ് യൂസ് ചെയ്യുന്നു. അതുപോലെ പലതരം മൂവ്മെൻറ്റ്സ്, ക്വിക്ക് ടേൺ, ഇതെല്ലാം അധികം ഓവർ തിങ്ക് ചെയ്യാണ്ട് സിമ്പിളായിട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മസിൽ മെമ്മറി എന്ന് പറയുന്നത്. മസിൽ മെമ്മറി ഇറ്റ് ഈസ് ആൻ എബിലിറ്റി ടു പെർഫോം മൂവ്മെൻറ്റ്സ് ഓട്ടോമാറ്റിക്കലി ആൻഡ് വിത്തൗട്ട് കോൺഷ്യസ് എഫേർട്ട് എന്നാണ് പറയുന്നത്. അതായത് അധികം എഫേർട്ട് കൊടുക്കാണ്ട് ഓവർ തിങ്ക് ചെയ്യാണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകുന്നതിനെയാണ് മസിൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പ്ലെയേഴ്സിന് ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അത്ലറ്റിന് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഡെയിലി പ്രാക്ടീസ്. നമ്മൾ ചെയ്യുന്ന ആ ഗെയിമിൽ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുക. അതുപോലെ സ്കിൽസ്, മൂവ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം റൊട്ടീനായിട്ട് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന സ്കിൽസ് അല്ലെങ്കിൽ വർക്കൗട്ട് സെഷൻസ് എല്ലാം പ്രോപ്പർ ഫോമിൽ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും മസിൽ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. നമ്മൾ പരിശീലിച്ച കാര്യങ്ങൾ അതുപോലെ സ്കിൽസ് എല്ലാം നമ്മുടെ ബ്രെയിനിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ബ്രെയിനിൽ സെറിബെല്ലം അതുപോലെ സെറിബ്രൽ കോർട്ടെക്സ് ഇവയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് വേണ്ട മസിൽസിന് വേണ്ട മൂവ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഒരു സിഗ്നൽ രൂപത്തിലാണ് നമ്മുടെ ബ്രെയിനിൽ നിന്നും മസിൽസിട്ട് എത്തിക്കുന്നത്. വർഷങ്ങളായിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർ അവരൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും വർക്കൗട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ അവർ ആ പഴയ ഫോമിലേക്ക് തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ആ പഴയ ഫോമിലേക്ക് തിരിച്ചു വരുന്നു? ഇതിൻ്റെ എക്സാമ്പിളാണ് മസിൽ മെമ്മറി. അതായത് ഇവിടെ നിങ്ങളുടെ മസിൽസിൻ്റെ സൈസ് മാത്രമാണ് റെഡ്യൂസ് ആകുന്നുള്ളൂ. മസിൽസിലുള്ള മയോന്യൂക്ലിയസിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ നിങ്ങളൊരു ബ്രേക്കിന് ശേഷം വീണ്ടും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ മയോന്യൂക്ലിയസ് ആക്റ്റീവ് ആവുകയും നിങ്ങളുടെ മസിൽ സൈസ് ഇൻക്രീസ് ചെയ്യാൻ കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്പോർട്സ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു അത്ലറ്റിന് മസിൽ മെമ്മറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മസിൽ മെമ്മറി ആക്റ്റീവ് ആക്കാനുള്ള പ്രാക്ടീസ് എല്ലാവരും ചെയ്യണം. താങ്ക് യു.